ഹായ് നമസ്കാരം. ഇന്ന് ഒരു വീഡിയോയിൽ ചെയ്യണം എന്ന റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്യുകയാണ്. ഡ്രൈവർ പരീക്ഷ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. മിക്കവാറും സെപ്റ്റംബർ ആയിരിക്കും. അപ്പൊ ഒരു ഉദ്യോഗാർത്ഥി ഡ്രൈവറിന് എങ്ങനെ പഠിച്ചിരിക്കണം, ഡ്രൈവർ എന്ന് പറയുന്ന ജോലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ആ PSC ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രൈവറും, യൂണിഫോം തസ്തിക ആയാലും ഓൾ ഡ്രൈവർ, അതിനെക്കുറിച്ച് ഉള്ള ഒരു വിശദീകരണ വീഡിയോ ആണ് ഇത്. ഇത് പരിപൂർണമായിട്ട് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സകല ഡൗട്ടും മാറ്റാൻ വേണ്ടി ഞാൻ മാക്സിമം എഫർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒന്നാമത്തെ കാര്യം, ഡ്രൈവർ ജോലിയെ കുറിച്ചുള്ള ആദ്യം പറയാം. ഏറ്റവും നല്ല മികച്ച ഒരു ജോലി തന്നെയാണിത്. കാരണം ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓഫീസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡ്രൈവർ എന്ന് പറയുന്ന ആ തസ്തിക വഹിക്കാൻ അതിന് യോഗ്യമായ ആക്കേ പറ്റത്തുള്ളൂ. ഇപ്പം ഒരു LD ക്ലർക്ക് വന്നില്ല, അല്ലെങ്കിൽ ഒരു പ്യൂൺ വന്നില്ല, അല്ലെങ്കിൽ ഒരു വേറൊരാൾ വന്നില്ല, അതിനൊക്കെ മറ്റൊരാളെ വെച്ച് നമുക്ക് ഓവർടേക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഡ്രൈവർ, ഓതറൈസ്ഡ് ഡ്രൈവർ ഇല്ലാതെ അവിടെ കാര്യങ്ങൾ നടക്കൂല, ആരും വണ്ടി എടുക്കുകയില്ല. അത് മികച്ച ജോലിയാണ്. പിന്നെ ഒരു ഗവൺമെന്റ് ഡ്രൈവർ ആയി കഴിഞ്ഞാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിങ്ങളുടെ സാമ്പത്തിക ഭാഗമായിട്ട് ഒരുപാട് ഒരു ആവറേജ് ലെവലിലോട്ട് നിങ്ങൾക്ക് ആവാൻ പറ്റും. കാരണം സ്ഥിരമായിട്ടൊരു വരുമാനം വരികയാണ്. ഇപ്പൊ ഒരു കോവിഡ് വന്നു, നിങ്ങൾക്ക് അത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിൽ പോലും നിങ്ങൾ വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷൻ ആയപ്പോൾ നിങ്ങൾക്ക് അന്നന്ന് പോയി ദിനം പ്രതിയുള്ള വീട്ടിൽ കാര്യങ്ങൾ ചെയ്തു പോകേണ്ട ഒരു അവസ്ഥ വരില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ അല്ലാതെ സെക്യൂർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുറത്തൊക്കെ പോയി ഗൾഫിലൊക്കെ പോയി ഒരുപാട് പൈസ സമ്പാദിക്കുന്ന അങ്ങനെ കോടീശ്വരനാവാനൊന്നും പറ്റൂല. ബുദ്ധിമുട്ടുകളോടുകൂടി അല്ലലില്ലാതെ പോകാൻ പറ്റും. അതാണ് സത്യാവസ്ഥ. ഓക്കെ, ഒരു സമൂഹത്തിൽ ഒരു ചെറിയൊരു സ്റ്റാറ്റസ് ഡെവലപ്പ് ആവും. അത് ഭയങ്കര സന്തോഷകരമായ കാര്യമാണ്. നിരാശരായവർക്കും ശ്രമിച്ചിന് കിട്ടാത്തവർക്കും ഒക്കെ അതിൽ വിഷമം കൊണ്ട് പലരും കമന്റ് ചെയ്യും, വേറെ ജോലിയില്ല, എല്ലാം ശരിയാണ്. പക്ഷെ ഈ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ, ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നവർ ഡ്രൈവറായിട്ട് മാറുന്നവർ ഡ്രൈവേഴ്സ് തന്നെയാണ്. മറ്റു ജോലി പോകുന്നവരാരും ആ ജോലി നിൽക്കൂല. കാരണം അവർക്കൊരു ജോലി വേണം എന്ന രീതിയിൽ മാത്രമാണ് അവർ ഈ ഡ്രൈവർ ജോലി തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് വേറെ ജോലി കിട്ടുമ്പോൾ മാറിപ്പോകും. പക്ഷെ ഡ്രൈവറായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു വില അറിയാലോ. ഞാനും ഒരു ഡ്രൈവർ ആയിരുന്നു, അപ്പൊ എനിക്ക് ആ ഡ്രൈവറിന്റെ ഇൻട്രസ്റ്റ് എല്ലാം അറിയാം. ഓക്കെ, പിന്നെ വേറെ നല്ലത് എന്ന് വെച്ചാൽ ഇതിനേക്കാൾ ശമ്പളമുള്ള, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ശമ്പളമുള്ള ഒരു പോസ്റ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും പോകണം. അതാണ് നല്ലൊരു പരിപാടി എന്ന് ഞാൻ പറഞ്ഞു. ജോലിയുടെ കാഠിന്യം നോക്കരുത്. കാഠിന്യം എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിക്കും ഇത് കണക്കാണ്, പാടുണ്ട്. പഞ്ചായത്തിലെ ഒരു LD ക്ലർക്ക് കയ്യിൽ 22,000 രൂപ അത്രയൊക്കെ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഡ്രൈവറിന് ചിലപ്പോൾ അതിനെക്കാട്ടിയും കിട്ടും. അതിലൊക്കെ വ്യത്യാസമുണ്ട്. പറയുന്നവർക്ക് ഇന്നും പറയാം, പക്ഷെ ജീവിച്ചു പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ LD ആണ് ഭയങ്കര ജോലി എന്ന് എല്ലാവരും പറയും. കാരണം അതിന് ഒരു വില ഉണ്ടാവാൻ കാര്യം വെച്ചാൽ, ആ ജോലി എനിക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് LD ക്ലർക്ക്. കാരണം ഒരുപാട് മത്സരം ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇത് ആ ജോലി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പാവങ്ങളുടെ IAS എല്ലാവർക്കും ഇല്ല, ജോലി ഭയങ്കര വിലപ്പെട്ടതായിരിക്കും. നിങ്ങൾ ഡ്രൈവറിന് പഠിച്ചു നോക്കിയാൽ, ആ ഡ്രൈവർ ജോലിയാൽ നിങ്ങളെ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ഏറ്റവും വലിയ ജോലി. അതിനി ആരെന്തിനു പറഞ്ഞാലും ഒരു കാര്യമില്ല, അതൊരു ജോലി തന്നെയാണ്. ആ ഡ്രൈവർ ജോലി ഈ കൂടിയ ഓഫീസർമാർ വന്നിരുന്ന്, തഹസിൽദാർ വന്നിരുന്ന് ഓട്ടിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങേർക്ക് പോകണമെങ്കിൽ ഡ്രൈവർ വേണം. ഡ്രൈവറിന് അതിൻ്റെതായ വിലയുണ്ട്. ശരി, അപ്പൊ ഇതില് നമുക്ക് വരുന്നത് യൂണിഫോം തസ്തികളായ ഡ്രൈവേഴ്സും ഉണ്ട്, സാധാ ഡ്രൈവറും ഉണ്ട്. LDV, HDV ഈ രണ്ട് വിവിധ വകുപ്പുകൾ, വേരിയസ് ഡ്രൈവർ എന്ന് വരുന്ന പരീക്ഷയും, അതേപോലെ ചില കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ ഒരുപാട് വേക്കൻസികളുള്ള, ഞാൻ കഴിഞ്ഞ തവണത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ 200-നും 300-നും ഇടയിൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു ഇതാണ് ഡ്രൈവർ തസ്തികയാണത്. ഓപ്പണൊക്കെ 201 പോയിട്ടുണ്ട്. സെക്യൂർ ആയിട്ട് 100-നകത്ത് തന്നെ റാങ്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പോലീസ് ഡ്രൈവർ നല്ല ജോലിയാണ്. വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാം. അതും നല്ല സ്കെയിൽ കൂടുതലാണ്, ഭയങ്കര വ്യത്യാസമാണ്. സാധാരണ ഡ്രൈവറിൽ നിന്ന് ഒരുപാട് ഭയങ്കര സ്കെയിൽ വ്യത്യാസമാണ് പോലീസ് ഡ്രൈവറിന്. പോലീസ് എന്ന് പറഞ്ഞ ജോലിക്ക് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഒരുപാട് ജോലി ഭാരമൊക്കെ ഉണ്ടെങ്കിലും ശമ്പളം ഭയങ്കരമാണ്. കാരണം അലവൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് വലിയൊരു ഡിഗ്രി ലെവൽ എംപ്ലോയിയോട് അടുത്ത ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. മറ്റ് തസ്തികകളൊക്കെ ഒരു +2 ലെവൽ തസ്തികയും അതിനോടൊപ്പം പിടിച്ചിരിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ മറ്റ് യൂണിഫോം കോഴ്സും ഇതിന്റെ അടുത്ത് നിൽക്കൂല ശമ്പളം. അപ്പൊ എല്ലാവരും പറയും ബേസിക് നോക്കും, പക്ഷെ ഫൈനൽ ഗ്രോസ് നോക്കണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ശമ്പളത്തിന്റെ വ്യത്യാസം. 10,000 രൂപയോളം വ്യത്യാസം വരും. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോറസ്റ്റ് ഡ്രൈവർ നല്ല ചാൻസ് ഉള്ള ഡ്രൈവർ പോസ്റ്റാണത്. കാരണം അതിന് 3 വർഷത്തെ ലീഗലി ഡ്രൈവർ ആണ് എന്നൊരു സർട്ടിഫിക്കറ്റ് ലേബർ ഓഫീസർ സാങ്ഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ അയക്കാൻ പറ്റുള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അനധികൃതമായിട്ടൊക്കെ കുറച്ച് പേര് സമ്പാദിക്കുന്നുണ്ട്. PSC വെരിഫിക്കേഷൻ ഒക്കെ പോകുമ്പോൾ അറിയാൻ പറ്റും. ഒരു ലേഡിക്കൊക്കെ ഉണ്ടായിരുന്നു, വലിയ പ്രായമില്ലാത്ത, അതൊക്കെ പോസിബിൾ അല്ല.
അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അറിയില്ല. ചിലപ്പോൾ ഇനി ലീഗലി അവർക്ക് കിട്ടിയതാണോ എന്ന് അറിയില്ല, ഡൗട്ടുകളുണ്ട്. ഓക്കെ. അപ്പം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോ വർക്ക് ചെയ്തൊക്കെ ആയിരിക്കും, ഒന്നും അറിയില്ല, നമുക്ക് അറിയില്ലല്ലോ. അറിയാത്ത കാര്യം പറയുന്നത് തെറ്റാണ്, അത് പറയാനില്ല. ഓക്കെ. അപ്പം പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഏതാണ് ഈ സാധാ ഡ്രൈവർ, അപ്പക്സ് സൊസൈറ്റി, അതൊക്കെ ഭയങ്കര കട്ട് ഓഫ് ആണ്. കാരണം വെച്ചാൽ കുറച്ച് വേക്കൻസിയേ ഉള്ളൂ. അപ്പൊ എല്ലാ എക്സാമും എഴുതാൻ പറ്റുന്നവർ മാക്സിമം നോക്കാം. പിന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ ഞാൻ മുമ്പ് ചെയ്തായിരുന്നു. അത് വളരെ ചാൻസ് ഉള്ള ഒരു എക്സാം ആണ്. കാരണം അതിൽ വിളിച്ച മുമ്പത്തെ ലിസ്റ്റ് നിങ്ങൾ നോക്കി, ഇപ്പൊ നിലവിലുള്ളതിന് മുമ്പത്തെ ലിസ്റ്റ് ഫുള്ള് സപ്ലിക്കാരിൽ ചിലരൊഴിച്ച് മെയിൻ ലിസ്റ്റ് അടക്കം കംപ്ലീറ്റ് കയറുന്ന ലിസ്റ്റാണ്. 3 വർഷത്തെ ലിസ്റ്റാണ്. അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരുപാട് വേക്കൻസികൾ എടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇപ്പം 17 എന്നൊക്കെ ആയിരിക്കും കിടക്കണം, പക്ഷേ NJD ഒക്കെ വരും. 17 വേക്കൻസി വെച്ചിട്ട് NJD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയിൽ പ്രവേശിക്കാൻ താല്പര്യമില്ലാത്ത ആൾ ജോലിക്ക് അപ്പോയിന്റ്മെന്റ് പോയാലും ജോലിക്ക് കയറൂല. അതിങ്ങനെ നീങ്ങി 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 17 നീങ്ങി 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 പോകും. ആദ്യത്തെ ചിലപ്പോൾ 170 ആയാലും ജോലിക്ക് കയറത്തില്ല, അടുത്ത 17 ആയിരിക്കും ജോലിക്ക് കയറുന്നത്. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരും. അപ്പം 17 വേക്കൻസി വെച്ച് 200 300 പേർക്ക് വരെ അഡ്വൈസ് പോകാനുള്ള സാധ്യതകൾ വരും. കാലതാമസം എടുക്കും. ഇതിന്റെ ഇടയിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നിട്ട് അതിന്റെ അഡ്മിൻ പാനലൊക്കെ വഴി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിലീഷൻ കിട്ടും. ഡിലീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ റാങ്ക് ലിസ്റ്റ് അങ്ങ് ഔട്ട് ആവുകയാണ്. ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളിനെ പറഞ്ഞാൽ പോകും. അല്ലാതെ NJD നൽകി കഴിഞ്ഞാൽ ആ അപ്പോയിന്റ്മെന്റ് കിട്ടി അയാളെ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ എഴുതി വാങ്ങിച്ച് അടുത്ത ആളിനെ അഡ്വൈസ് അയക്കുന്ന പരിപാടിയാണ്. ഓക്കെ, ശരി. അപ്പൊ അടുത്തത് നമ്മളിപ്പോ ഇനി ചെയ്യാൻ പോകുന്നത് PSCയുടെ വേരിയസ് ഡ്രൈവർ, സാധാരണക്കാരായ ആൾക്കാരെല്ലാം എഴുതുന്ന PSCയുടെ വേരിയസ് ഡ്രൈവറിന്റെ സിലബസ് നോക്കുക. ഇതും മറ്റു സിലബസുമായിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. പ്രധാനപ്പെട്ടായിട്ട് നമ്മളെ ഈ ഡ്രൈവറിന്റെ ബുക്കിനെ കുറിച്ചാണ്. ഡ്രൈവിംഗ് പാർട്ടല്ല ഇതിൽ ഇമ്പോർട്ടന്റ് എന്നൊരു കാര്യം കൂടെ മെയിനായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഡ്രൈവറിന്റെ ബുക്ക്, പ്രൈം PSCയുടെ ബുക്ക് നമ്മളെ അഡ്മിൻ വഴി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നമ്പർ വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ട് 88 91 698 723 ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബുക്ക് ഓർഡർ ചെയ്ത് നിങ്ങൾ അഡ്രസ്സ് അയച്ചാൽ കാസർഗോഡ് വരെ 4-5 വർക്കിംഗ് ഡേയ്സിനകത്ത് കിട്ടും. വർക്കിംഗ് ഡേ ആണ് പറയുന്നത്, അവധി ദിവസങ്ങളൊന്നും ചിലപ്പോൾ കിട്ടാൻ താമസിക്കും. ഓക്കെ, കുറച്ച് ബുക്കും കൂടെ ഉള്ളൂ, ഇത്രയല്ല കുറച്ചും കൂടെ ഉണ്ട്. പക്ഷെ ബേസിക്കലി പറഞ്ഞ ബുക്ക് കുറവാണ്. മാക്സിമം നേരത്തെ ഈ ബുക്ക് സ്റ്റോക്ക് തീരുമ്പോൾ ചിലപ്പോൾ റീപ്രിന്റ് ചെയ്യുമായിരിക്കും. ഓർഡർ ഉണ്ട്, നല്ല ഓർഡർ ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളത് പെട്ടെന്ന് ഓർഡർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അതങ്ങ് ബ്ലോക്ക് ആവുകയാണ്. പിന്നെ അതിലപ്പുറം പ്രശ്നമില്ല. അപ്പൊ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കും. നല്ല ഒരുപാട് കണ്ടന്റുകളുള്ള 3 പാർട്ടാണിത്. ഒന്ന് ഡ്രൈവറിന്റെ റാങ്ക് ഫയൽ, ഇത് പോലീസ് ഡ്രൈവറിനും ഉപയോഗിക്കാം, ഇപ്പൊ ഫയർഫോഴ്സ് ഡ്രൈവറിനും ഉപയോഗിക്കാം, എല്ലാ ഡ്രൈവറിനും ഉപയോഗിക്കാം. പോലീസ് ഡ്രൈവറിനും വരുന്ന പ്രത്യേക എന്ന് പറഞ്ഞാൽ CMVR റൂൾസ് എന്ന് പറഞ്ഞ സാധനമാണ്. അത് സാധാരണ ഡ്രൈവറിനും ചോദിക്കും. അതിനുവേണ്ടി കുറച്ച് പേജസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, 117 എന്ന് പറയുന്ന ഒരു സെക്ഷൻ CMVRൽ എന്താണ് പറയുന്നത് അതിൽ പറയും. 117 നമുക്ക് പഠിക്കാനുള്ള ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതിൽ ചിലപ്പോൾ തന്നേക്കും. 117 പറയുന്നത് സ്പീഡോമീറ്ററിനെ കുറിച്ചാണ്. ഈ സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞ സെക്ഷൻ എഴുതി കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ചിലപ്പോൾ 117 ഇതാണെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷെ 117 അതാണെന്ന് സിലബസിലുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാമല്ലോ. എന്നിട്ട് ഇതിൽ എല്ലാ കണ്ടന്റും ഉണ്ട്. സിലബസിനകത്ത് ഓരോ സെഷൻ തിരിച്ച് വന്നിട്ട് അതിനകത്ത് പറയുന്ന പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്, ഒന്നുപോലും ഇതിൽ ഒഴിവാക്കിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാൽ മുൻവർഷ ചോദ്യ പേപ്പർ ഉണ്ട്. അപ്പൊ അതിൽ കൊടുത്തേക്കണ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വ്യത്യാസമായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിന്റെ റാങ്ക് ഫയലിന്റെ പാർട്ട് റെഫർ ചെയ്താൽ മതി, അതിൽ തിരുത്തലുകളുണ്ട്. പിന്നെ മാതൃകാ ചോദ്യ പേപ്പറുകളും ഉണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. പിന്നെ അതിൽ വേറെ പ്രത്യേകത വെച്ചാൽ 2025 റാങ്ക് ഫയലാണ്. ഈ മാസം ആദ്യം വാരങ്ങളിൽ പബ്ലിഷ് ചെയ്തതാണ്. ഏറ്റവും മികച്ച ഒരു റാങ്ക് ഫയലായിട്ട് കൂട്ടാം. എനിക്ക് തോന്നുന്നു വേറെ അപ്ഡേറ്റ് റാങ്ക് ഫയൽ ഇറങ്ങിയില്ല. പിന്നെ വേറെ കുറച്ച് പബ്ലിക്കേഷൻസ് ഒക്കെ ഇറക്കി, അതിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞു മറ്റേ കെട്ടിവരിക്കുന്ന അതിന്റെ വേഗപരിധി 24 25 അങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് ഉള്ളു. അതൊക്കെ ഇത് പഠിച്ച് മാറ്റാൻ പറ്റും. ഇനി അപ്പൊ PSC ഡ്രൈവറിന്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ പ്രിലിംസിന്റെ സിലബസ് ആണ് ഇതിന് നടത്തുന്നത്. ഇനി +2 ലെവൽ തസ്തികയായ പോലീസിന് സ്പെഷ്യൽ ടോപ്പിക്കുകൾ BNS, CRPCയുടെ പുതിയ BNSS, എവിഡൻസ് ആക്ടിന്റെ പുതിയ എന്താണ് BSA അതൊക്കെ വന്ന് ഭാരതീയ സാക്ഷ്യ അധിനിയം അതൊക്കെ വന്നതുകൊണ്ട് അത് സെപ്പറേറ്റ് ഒരു പരീക്ഷയായിട്ടായിരിക്കും നടക്കുന്നത്. ഫയർഫോഴ്സ് ഡ്രൈവറിനും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, അത് സെപ്പറേറ്റ് പരീക്ഷയായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ ഈ പരീക്ഷകൾ എല്ലാം എഴുതുന്നവർക്ക് ഈ പരീക്ഷകളെല്ലാം എഴുതാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ അതിന് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 50 മാർക്ക് GK ഈ ഡ്രൈവർ പാർട്ടിൽ നിന്ന് നമ്മുടെ അഡ്മിൻ നടത്തുന്ന ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ കയറി നിങ്ങൾക്ക് ഇതിന് ഒരുപാട് പഴയ ക്ലാസ്സുകൾ ഇതിൽ കിടപ്പുണ്ട്. അതെല്ലാം ആ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൈസയൊന്നുമില്ല, അതിന് ഫ്രീ ആണ്. പിന്നെ ഈ റാങ്ക് ഫയലും കൂടെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ പാർട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അതിൽ മാക്സിമം
ഇതിന്റെ ISR ക്വസ്റ്റ്യൻസും ഡ്രൈവറിന്റെ ആർമി ഡ്രൈവറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു റാങ്ക് ഫയലാണ് ഇത്. പിന്നെ അതെല്ലാം ആവശ്യമുള്ള നോട്ടുകൾ നമ്മളെ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റുകൾ ഡ്രൈവിംഗ് പാർട്ടിൽ വാങ്ങാം. ഒരു 50-ന് 45+ നല്ലപോലെ പഠിച്ചാൽ 45+ 50 അടുപ്പിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് GK ആണ് വില്ലൻ. കാരണം ഇത് ഭൂരിഭാഗം പേരും അക്സെപ്റ്റ് ചെയ്യൂല. കാരണം ഡ്രൈവർ ഉദ്യോഗാർത്ഥികൾ 2021 തൊട്ടുള്ളത് എനിക്കറിയാം. ആദ്യമായിട്ട് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ഡ്രൈവറിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ഡിഗ്രി ലെവൽ എക്സാമിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരാഗ്രഹമാണ്, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കിട്ടുകയല്ലേ ഇരിക്കും. അപ്പൊ എന്തായാലും പോസിറ്റീവിനായി ശ്രമിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന നോളജ് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുമല്ലോ. എനിക്ക് അതുകൊണ്ടല്ലേ ഇപ്പൊ കുറച്ച് ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റുന്നു, മനസ്സിലായില്ലേ? അപ്പം അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പം എപ്പോഴും നമ്മൾ ടോപ്പ് ലെവൽ എക്സാമിന് പഠിക്കണം, എന്നാലും ബേസിക് ലെവൽ എക്സാമിന് കിട്ടുള്ളൂ, അങ്ങനെയാണ് പറയുന്നത്. കാരണം കോമ്പറ്റീഷൻ അത്രത്തോളം ഉണ്ട്, നിയമനങ്ങൾ പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സാമ്പത്തിക പ്രതിസന്ധി എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അതിലൊന്നും ഡെസ്പ് ആവാതെ നമ്മൾ നല്ലപോലെ ആവുക. അതിനൊരു പ്രത്യേകത വെച്ചാൽ ഡ്രൈവർ, നിങ്ങൾ ഈ GK പാർട്ടിന് ഡ്രൈവിംഗ് നോളജും ഒക്കെ പഠിച്ച് സെറ്റായി കഴിഞ്ഞ് നിങ്ങൾ ഇതിൽ കയറുക, ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് ഇപ്പോൾ ഒരു 65 ഇരിക്കട്ടെ, നിങ്ങൾക്ക് 65.33 മാർക്കേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വിജയിക്കാൻ പോണത്. കാരണം 30 മാർക്കാണ് ഡ്രൈവിങ്ങിന് മാർക്കുള്ളത്. നല്ല പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് 85 മാർക്ക്, നിങ്ങൾക്കും 65.33 ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. 30 മാർക്കിൽ നിങ്ങൾക്ക് 30-ൽ 30 അടിക്കാൻ കഴിവുണ്ട്. അടിച്ചിരുന്നാൽ നിങ്ങളുടെ ഭാഗ്യം കൂടെ അതിൽ കണക്കുണ്ട്. ഭാഗ്യം കൂടെ വെച്ച് 95.33 എന്ന മാർക്ക് ചെയ്തെത്തും. 85 മാർക്ക് വാങ്ങിച്ച ആള് പാസ്സാവണമെന്ന് നിർബന്ധമില്ല. ഇനി പാസ്സായാൽ അയാൾക്ക് ഒരു 10 മാർക്കാണ് കിട്ടണമെങ്കിൽ 95 വരത്തുള്ളൂ. റാങ്ക് 1 നിങ്ങൾ, റാങ്ക് 2 അവൻ. വ്യത്യാസം മനസ്സിലായ? ഇതില് ഡ്രൈവിംഗിൽ നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ കയറിയാൽ മാത്രം മതി. ബാക്കി ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് മാർക്ക് അടിച്ചെടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ലിസ്റ്റ് കട്ട് ഓഫ് പ്ലസ് 5-6 മാർക്ക് വാങ്ങണമെന്നില്ല. 1 മാർക്കോ പോയിന്റ് കട്ട് ഓഫ് സെയിം മാർക്ക് വാങ്ങിച്ചാലും മതി. പക്ഷെ ഡ്രൈവിംഗിന്റെ മാർക്ക് ഒപ്പിച്ചോണം. 30-ഓ 25-ഓ അറ്റ്ലീസ്റ്റ് 20 വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടും, നല്ല റാങ്ക് വരും. ഏറ്റവും കുറഞ്ഞ 20, അതിൽ താഴെ പോയി കഴിഞ്ഞാൽ റാങ്ക് വേണം. അല്ലെങ്കിൽ റിട്ടേൺ എക്സാമിന് മാർക്ക് വേണം. അപ്പൊ രണ്ടും പോസിറ്റീവ് ആയാലോ. രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതില് 50 മാർക്ക് GK പ്ലസ് കറണ്ട് അഫെയർ പ്ലസ് ജനറൽ സയൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ബേസിക് സിലബസ് ആണ് കൊടുത്തേക്കുന്നത്, പക്ഷെ ക്വസ്റ്റ്യൻസ് ഹാർഡ് ആയിരിക്കും. ഒരുപാട് അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള ഏരിയകൾ വരും. അതായത് ഇപ്പൊ എക്സാമ്പിൾ കഴിഞ്ഞ 2023 കാലയളവിൽ ഷോഫറിന് ചോദിച്ച അതേ സിലബസ്, അന്നാണ് PSC ഡ്രൈവറിന് വ്യക്തമായ മാർക്ക് ഡിവിഷൻ ആയിട്ടുള്ള സിലബസ് വന്നത്. ഈ സിലബസ് തന്നെയാണ് വേരിയസ് ഡ്രൈവറിനും അപ്പെക്സ് ഡ്രൈവറും, അതായത് കമ്പനി ബോർഡ് ഡ്രൈവറിനും ഒക്കെ. പോലെ യൂണിഫോം തസ്തികകൾ ഒഴിച്ചുള്ള എല്ലാ സിലബസിനും കോമൺ സിലബസ് ആണ്. 50 മാർക്ക് GKയും 50 മാർക്ക് ഡ്രൈവിംഗ് നോളജ്. ഈ 50 മാർക്ക് ഡ്രൈവിംഗ് നോളജ് ആർക്കും നല്ലപോലെ പഠിച്ചെടുക്കാൻ പറ്റും. വണ്ടിയായിട്ട് 60 വേണ്ട, റിപ്പീറ്റ് ഇരുന്ന് പഠിച്ചാൽ മതി. ഗൈഡിന്റെ സഹായം മതി. നല്ല ഗൈഡ് തന്നെയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഓക്കെ. അപ്പൊ വേറെ ഗൈഡുകളും ഉണ്ട്, ഒരുപാട് വേറെ അക്കാഡമിക് ഗൈഡുകളുണ്ട്. നല്ലത് ഏതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത്, ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും പുതിയതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഇനി 1957 ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 1857 വിപ്ലവത്തിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതിനുശേഷം രണ്ടാമത് വരുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിൽ നിന്നായിരിക്കും. മൂന്നാമത്തെ ഒരു ചോദ്യം 1857 അതേ വിപ്ലവത്തിൽ നിന്ന് നേതാക്കളും, ലാസ്റ്റ് വന്ന മോഡലാണ് ഞാൻ പറയുന്നത്, നേതാക്കൾ എവിടെയൊക്കെയാണ് നയിച്ചെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഇനി ILC ഏതെങ്കിലും വർഷം വെച്ച് ലാഹോർ സമ്മേളനം എപ്പോഴും ചോദിക്കുന്നത്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഹിസ്റ്ററി, എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കുറെ കമ്മീഷനും സർവകലാശാലകളെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. IIT-കളുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഡ്രൈവർ പരീക്ഷയ്ക്ക് ബേസിക് ലെവൽ, അതൊക്കെ ബേസിക്സ് ആണ്, സിലബസിന്റെ ബേസിക്സ് ആണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പാടാണ്, പക്ഷെ അത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക തന്നെയാണ്. യൂണിവേഴ്സിറ്റികൾ, പിന്നെ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. വിദേശ ശക്തികൾ, ഏതൊക്കെ ശക്തികൾ എന്നൊക്കെയാണ് പിരിഞ്ഞു പോയത്, ഇന്ത്യയിൽ വന്നതെന്ന് എന്നാണ് അവർ പിരിഞ്ഞു പോയത്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകൾ. പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ ഒക്കെ ചോദിക്കും. അവരെവിടെയൊക്കെയാണ് ഭരണം നടത്തിയത്, പോണ്ടിച്ചേരിയിൽ നിന്ന് പിരിഞ്ഞു പോയതാര്, അങ്ങനെയൊക്കെ ചോദിക്കും. ഇനി വിദ്യാഭ്യാസ കമ്മീഷൻ ഞാൻ പറഞ്ഞില്ലേ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, അങ്ങനെ കുറച്ചുണ്ട്. ഇനി എക്കണോമിക്സിന് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ധനതത്വശാസ്ത്രം എന്ന് പറയും, അതിന് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. സാമ്പത്തിക ആസൂത്രണം എവിടെ നിന്നാണ് കടമെടുത്തത്, അത് നമുക്ക് ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്താം, ഭരണഘടനയിൽ ഉൾപ്പെടുത്താം, എക്കണോമിക്സ് എവിടെ നിന്നാണ്. പക്ഷെ ഇത് സത്യം പറഞ്ഞ ഹിസ്റ്ററി മോഡലിലാണ് ചോദിച്ചേക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ, ഇനി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ, വനിതാ സർവകലാശാല വന്ന വർഷം, വന്നത് ആരാണ് സ്ഥാപിച്ചത്, എവിടെയാണ് വന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി ISR സ്ഥാപിച്ചത് എവിടെയാണ്, അത് ഹിസ്റ്ററി എന്നാണെന്ന് വെച്ചാൽ ISRയുടെ വർഷം ഒരു ഹിസ്റ്ററിയാണ്, ISRയുടെ ഹിസ്റ്ററിയാണ്. പക്ഷെ അത് ബഹിരാകാശം എന്ന് പറഞ്ഞ ടോപ്പിക്കിലും വരും. ഓക്കെ. ഇനി വീണ്ടും കേരളത്തിലെ അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങളുടെ സിലബസിലും അത് തന്നെയാണ് പറയുന്നത്. ഇനി കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, കേരളത്തിലെ സമരങ്ങൾ, അത് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ INC, കേരളമായിട്ട് കോൺഗ്രസിന്റെ
ബേസിക് കാര്യങ്ങൾ IMC കേരളമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. നവോത്ഥാനം, കേരള നവോത്ഥാനത്തിന്റെ ഒരു ചോദ്യം, നവോത്ഥാന നായകനെ കുറിച്ചാവാം, അവരെഴുതിയ കൃതിയാവാം, അവരുടെ പ്രസ്ഥാനങ്ങളാവാം, ഏതും ആവാം. ഓക്കെ. അടുത്ത മലബാർ ജില്ലാ കോൺഗ്രസ് ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. അത് 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ പിന്നെ 15 മാർക്ക്. ഇനി അടുത്ത ഭരണഘടനയോട്ട് പോയാണ്. ഭരണഘടന നിർമ്മാണ സമിതിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, ആമുഖത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഭേദഗതിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പിന്നെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, പ്രസിഡന്റിന്റെ ബേസിക് ആയിട്ട് കാര്യം, പ്രസിഡന്റിന്റെ ആർട്ടിക്കിളുകളും പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട പദവികളും അദ്ദേഹത്തിന്റെ ചുമതലകളെ കുറിച്ചൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മൗലിക കടമകളെ കുറിച്ച്, മൗലിക അവകാശത്തിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വന്നില്ല, പക്ഷെ അത് ഇനി ചോദിക്കാം. ഇന്ത്യൻ പ്രസിഡന്റിന് വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. RBI, അത് എക്കണോമിക്സിൽ പറഞ്ഞതാണ്, പക്ഷെ അല്ലാതെ ജനറൽ ആയിട്ടും പറയാം. കേന്ദ്ര ബാങ്ക് RBI ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ. ഉപരാഷ്ട്രപതി, അത് നമ്മളെ ഭരണഘടന വരുന്നതാണ്. നിർദ്ദേശക തത്വം, ഭരണഘടന, രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫിയിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നിന്ന് ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭൂപ്രകൃതി, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നദിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അതിർത്തികളിൽ നിന്ന് ക്വസ്റ്റ്യൻ, നേപ്പാളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്, എത്ര സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ. ഇനി വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും കേരളത്തിൽ ആണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ മണ്ണിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദിനങ്ങൾ, പ്രധാനപ്പെട്ട ദിനങ്ങൾ പഠിക്കാൻ വേണ്ടി കേരളവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ട ഒരു CA കറണ്ട് അഫയർ ചോദ്യം വന്നിട്ടുണ്ട്, അത് സ്റ്റാറ്റിക് GK ആയിട്ടും ചോദിക്കാം. പ്രധാനപ്പെട്ട പദ്ധതികൾ, അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻസും പരിചയപ്പെടാം. അപ്പൊ അതേപോലെ അടുത്ത സെക്ഷനിൽ ചോദിച്ച 36ാമത്തെ ചോദ്യം പദ്ധതിയാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യമാണ് കറണ്ട് അഫയറിൽ നിന്ന് പദ്ധതിയും ചോദിക്കുന്നത്. പിന്നെ ഗവേഷണ കേന്ദ്രം, ഇത് സത്യം പറഞ്ഞാൽ ബയോളജിയിലും കൂടെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗവേഷണ കേന്ദ്രങ്ങൾ. വനം വകുപ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്, മുള ഗവേഷണ കേന്ദ്രം, അങ്ങനെ കുറെ ഉണ്ട്, അതിലേതെങ്കിലും ഒന്നും. പിന്നെ കേരളത്തിലെ നദികളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ജലവിദ്യുത പദ്ധതി, അത് ജലവിദ്യുത പദ്ധതി വരാം, ഗതാഗതം വരാം, താപവൈദ്യുത നിലയം വരെ, ഏതും വരാം, അണക്കെട്ട് വരെ, അതൊക്കെ ഇതിൽ വരുന്നതാണ്. വ്യവസായം എന്ന് പറയും ആ സെക്ഷൻ. പിന്നെ പദ്ധതികളിൽ നിന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ, വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ, രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ ചോദിക്കും. പിന്നെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു കറണ്ട് അഫയർ, പിന്നെ വൈറസുമായി ബന്ധപ്പെട്ട ബയോളജി ചോദ്യം, രക്തകോശവുമായിട്ട് ബന്ധപ്പെട്ട് രോഗങ്ങളും രോഗകാരികളും, വിത്ത് സെൽസ് SCRT ചോദ്യം, പിന്നെ രോഗം ആയിട്ട് ബന്ധപ്പെട്ട ഒരു CA ക്വസ്റ്റ്യൻ, കൊറോണ, ഒരുപാട് രോഗങ്ങൾ വരുന്നില്ല, ഏതെങ്കിലും ഓരോ പനികളൊക്കെ വരത്തില്ല അത്. പിന്നെ ആന്റിബോഡി, ജീവിതശൈലി രോഗം, ഇത് മസ്റ്റ് ആണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ പഠിക്കാൻ കൂടാതെ ജീവിതശൈലി രോഗം ചെറിയ ടോപ്പിക്കാണ്. പ്രമേഹമൊക്കെ ഒരു പൊണ്ണത്തടി, അതൊക്കെ ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പൊ ഇങ്ങനെയാണ് 50 ക്വസ്റ്റ്യൻ പോകുന്നത്. ഇനി യൂണിഫോം തസ്തികയായ പോലീസ് ഡ്രൈവറിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ സിലബസ് അടിസ്ഥാനമായിട്ട് നിങ്ങൾ പഠിക്കുക. അതിൽ ലോക ചരിത്രത്തെ കുറിച്ച് സിലബസ് ഉണ്ട്, അത് പഠിക്കണം. എക്കണോമിക്സ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കണം. അതായത് +2 ലെവൽ തസ്തികയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ അതിന് ഇത്തിരി കൂടെ കനത്ത GK ആയിരിക്കും ചോദിക്കുന്നത്. ഈ GK സിമ്പിൾ ആണെന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, GK പാർട്ട് നല്ലപോലെ പഠിക്കണം കേട്ടാ. അതാണ് ഇതിൽ വേണ്ടത്, വേറൊന്നുമില്ല. അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 1857 തൊട്ട് ഇതുവരെയുള്ള 50 മാർക്കിൽ നല്ലൊരു സ്കോർ ചെയ്യുക. നമ്മൾ ഡ്രൈവിംഗ് പാർട്ടിൽ 45 വാങ്ങിച്ചിട്ട് 50 45 വാങ്ങിച്ചിട്ട് മറ്റേ നമുക്കൊരു 10 മാർക്കേ വാങ്ങാൻ പറ്റുള്ളൂ, പിന്നെ ഉപയോഗമില്ല 55, അപ്പോഴും നിങ്ങൾ വരത്തില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിൽ പഠിച്ചു കയറുന്നവരുണ്ട്, ഡ്രൈവിംഗ് പാർട്ടും എല്ലാം പഠിച്ച് 40 25 വാങ്ങിച്ച് 65 വാങ്ങിച്ച അതും പോരാ. നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഇതിൽ ഇംഗ്ലീഷ് ഇല്ല, മാത്സ് ഇല്ല. മാത്സ് പോലീസ് ഡ്രൈവർ മാത്രമേ ഉള്ളൂ, അതും ആ പറഞ്ഞ സിലബസ് അനുസരിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ മാത്സ് ഇല്ല, ജനറൽ എക്സാമിന്റെ കാര്യം പറയണം, മാത്സ് ഇല്ല, മലയാളം ഇല്ല. പുതിയതായിട്ടൊന്നും പഠിച്ചെടുക്കേണ്ട കാര്യമില്ല, ഇത് ആർക്കും പഠിക്കുക. ഈ സാധനം ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും. ഒന്ന് നല്ലപോലെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലെങ്കിലും കയറുക, ഡ്രൈവിംഗിൽ മാർക്ക് അടിച്ച് കയറുക. അങ്ങനെ അപ്പൊ സാധാ ലെവലിൽ പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരൊക്കെ പഠിച്ചു തുടങ്ങുന്നവർ അങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഡ്രൈവറാണ്, ഡ്രൈവിംഗ് എനിക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ജസ്റ്റ് കട്ട് ഓഫ് 55 അല്ലെങ്കിൽ 65 കട്ട് ഓഫ് വരികയാണെങ്കിൽ ആ കട്ട് ഓഫ് മാർക്കിൽ മെയിൻ ലിസ്റ്റിൽ കയറുക, സപ്ലിയിലായി പോകരുത്. സപ്ലിയിലായ ചില കാറ്റഗറിക്കാർക്ക് ഉപയോഗം വരും, അത് പറയാൻ പറ്റൂല, അത് ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ മെയിനിൽ കയറുക, ഡ്രൈവിംഗിൽ അങ്ങ് മാർക്ക് അടിച്ചെടുക്കുക, മാറ്റിച്ചോണ്ട് പോവുക, ജോലി മാറ്റിച്ചോണ്ട്, ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം GK ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ അതിന് നിസ്സാരവൽക്കരിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഒരു കാര്യമുണ്ട്, ഇത് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും. ഒരു മെറ്റീരിയൽ വെച്ച് പഠിച്ചെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല പഠിക്കുന്ന ഒരാൾക്ക് 45+ ഒന്നും അധികാരമൊന്നും വാങ്ങൂല. 40 35 40 ആയിരിക്കും കൂടുതൽ ലിസ്റ്റ് വരുന്ന കൂടുതൽ പേരെ ഈ ഡ്രൈവിംഗ് പാർട്ടിന്ന് പറഞ്ഞ മാർക്ക്. എന്തായാലും 2-3 ദിവസം ഡിലീറ്റ് ചെയ്യും, തെറ്റൊക്കെ വരും. ബാക്കി അതേപോലെ ആ വാങ്ങുന്ന അതേ മാർക്ക് GK സ്കോർ ചെയ്യാൻ പറ്റി നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ, നല്ലൊരു പഠിക്ക്, നല്ലൊരു ജോലിയാണ്.